സുബ്രഹ്മണ്യ സ്വാമിക്ക് ഹരഹരോ ഹരഹര. സ്കന്ദഷഷ്ടി കവചത്തിന്റെ അടുത്ത ഭാഗത്തിന്റെ അർത്ഥം ഇതാണ്. ആദ്യം അതിന്റെ വരികൾ ഞാൻ ജപിക്കാം. വരവരവേലായുധനാർ വരുക, വരുക വരുക മയിലോൻ വരുക, ഇந்திரൻ മുതലായി എൻ ഋഷി പോற்று മന്ദിരം വടിവേൽ വരുക വരുക, വാസവൻ മരുക വരുക വരുക, നേശക്കുറമകൾ നിனைவோன் വരുക, ആറുമുഖം പടൈത്തിയ ஐயா വരുക, നേരിടും വേലവൻ നിത്തം വരുക, ശിരഗിരി വേലവൻ സീക്കിരം വരുക, ശരവണ ഭവനാർ ജടുതിയിൽ വരുക. ഭഗവാന്റെ പാതാര ബിന്ദങ്ങളിൽ നമ്മുടെ മനസ്സും ശരീരവും അർപ്പിച്ച് ഭഗവാനെ വിളിച്ചു വരുത്തുകയാണ്. ഭഗവാനെ എൻ്റെ അടുത്തേക്ക് വരൂ. ഇന്ദ്രനും അഷ്ടദിക് പാലകർ എന്നിവരെ സംരക്ഷിച്ച മന്ത്രവടിവേൽ ധരിച്ച് ഭഗവാനെ വരിക, എൻ്റെ അടുത്തേക്ക് വരിക. ദേവേന്ദ്രന്റെ മരുമകൻ ആയ ഭഗവാനെ എൻ്റെ അടുത്തേക്ക് വരിക. കുരവ സമുദായത്തിൽ ജനിച്ച വള്ളിയെ ഭർത്തൃപദം അലങ്കരിക്കുന്ന മുരുക വരിക വരിക. ആറുപടി വീടിന്റെ അധിപനായിരിക്കുന്ന മുരുക വരിക വരിക. ഭസ്മം വെള്ളത്തിൽ തൊട്ടി ചാലിച്ച വേല് ധരിച്ച മുരുക നിത്യം വരിക. ശിരഗിരി വാണരുളുന്ന മുരുക പെട്ടെന്ന് വരിക. ശരവണപ്പൊയി ജനിച്ച ഭഗവാനെ പെട്ടെന്ന് വരിക. അങ്ങനെ ഭഗവാനെ മുന്നിൽ കണ്ട് ഭഗവാൻ അടുത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് തന്നെ വേണം നമ്മൾ ഇത് ജപിക്കാൻ. അങ്ങനെയാണ് നമ്മൾ വിളിച്ചു വരുത്തി, നമ്മുടെ അടുത്ത് വരുത്തിയതിന് ശേഷം ഭഗവാനെ വിളിക്കുകയാണ്. ഭഗവാന്റെ വേല് കൊണ്ട് നമ്മുടെ ഓരോ ഭാഗങ്ങളും, നമ്മുടെ ശരീരത്തുള്ള ഓരോ ഭാഗങ്ങളും നമ്മളെ കാക്കുന്നു. നമ്മുടെ മനസ്സിലുള്ള ദുഷ്ടകാര്യങ്ങളും ചീത്ത സ്വഭാവങ്ങളും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും നെഗറ്റീവ് ഉള്ളിൽ കയറിയിട്ടുണ്ട് അതെല്ലാം നമ്മളെ ആ വേല് കൊണ്ട് മാറ്റുന്നു. അങ്ങനെ ഭഗവാൻ പൂർണ്ണ ഒരു കവചമായി നമ്മളെ സംരക്ഷിക്കുന്നു. പുറത്തുനിന്ന് വരുന്ന ഒരു ആഘാതങ്ങളും നമ്മളെ ഏക്കാതെ നമുക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ ആയിട്ട് ഭഗവാന്റെ കവചം നമ്മളിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മളെന്നും ഈ സ്കന്ദഷഷ്ടി കവചം ജപിച്ച് ഭഗവാന്റെ ആ ഒരു സംരക്ഷണ കവചം നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു കാരണവശാലും ആർക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഭഗവാന്റെ വലയത്തിൽ തന്നെ നിന്ന് നമ്മൾ വിജയത്തിലോട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും സ്കന്ദഷഷ്ടി കവചം ജപിച്ച്